ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്കിലൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നിങ്ങൾ വിചാരിക്കും. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഗോതമ്പ് കല്ലയിലിട്ട് ഒന്ന് ഇടിച്ചെടുത്ത് ഉമി പാറ്റി കളഞ്ഞതിന് ശേഷം വീണ്ടും ഇടിച്ച് ഞുറുക്കി അതിന് ശേഷം നമ്മൾ അത് ഗോതമ്പ് അരച്ച് ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. അതേ മെത്തേഡ് തന്നെ. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുഴുവൻ ഗോതമ്പല്ല എടുത്തേക്കുന്നത്. നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഒരു ദോശ നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കണ്ടാലോ. എന്നാ വാ. അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടത്, ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അളവെടുക്കുന്നത്. നിങ്ങൾ ഏത് അളവിലാണ് അളക്കുന്നത് അതിൽ അളന്നെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഗ്ലാസ്സിന് ഞാനൊരു 1.5 ഗ്ലാസ് ഞുറുക്ക് ഗോതമ്പ് ഇതുപോലെ അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഗ്ലാസ് നിറച്ച ഞാൻ എടുത്തേക്കുന്നത്. 1.5 ഗോതമ്പ് 1.5 ഗ്ലാസ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. 1.5 ഗ്ലാസ് ഗോതമ്പിന് 1/2 ഗ്ലാസ് അരി ചേർത്താൽ മതി. ഇതാ 1 ടീസ്പൂണ് ഉലുവ. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഉലുവ ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഉലുവയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല മണവും ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ കല്ല് ഇവിടെ ആട്ടുകല്ലില്ല, ഇല്ലെങ്കിൽ ഞാൻ മുഴുവൻ ഗോതമ്പ് കൊണ്ട് തന്നെ ഇത് കാണിക്കുമായിരുന്നു ഇടിച്ചിട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിന് വേണ്ട ഉഴുന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു 100 ഗ്രാം അടുപ്പിച്ച് വരും ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ അളവിനെ ഞാൻ അളന്നെടുത്തേക്കുന്നത്. അതും കഴുകി ഇതുപോലെ കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഒരു 10-11 മണിക്കൊക്കെ ഇത് കുതിരാൻ വെക്കുവാണെങ്കിൽ രാത്രി ഒരു 6-7 മണി അല്ലെങ്കിൽ 8 മണിയാകുമ്പോൾ നമുക്കിതൊന്ന് അരച്ച് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 8-8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം നമ്മൾ ഉഴുന്ന് തന്നെ കഴുകിയാണ് വെച്ചേക്കുന്നത്, വീണ്ടും കഴുകേണ്ടതില്ല. ഉഴുന്ന് നല്ലപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതാണ് നല്ലതുപോലെ നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഉഴുന്ന് ചേർക്കരുത് കേട്ടോ. അപ്പോൾ ആ ഉഴുന്നിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് അല്ലാണ്ട് അങ്ങ് കിട്ടും. അതങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇതാ ഉഴുന്നടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഞുറുക്ക് ഗോതമ്പും അരിയും ഉലുവയൊക്കെ കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതാ 1 കപ്പ് ചോറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിന് വേണം. നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉഴുന്നിൻ്റെ കൂടെ ഒഴിച്ചതിന് ശേഷം ഉഴുന്ന് മാവിൻ്റെ കൂടെ ഒഴിച്ച് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ കൈ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സാക്കി വെക്കുമ്പോൾ മാവ് നല്ലപോലെ പരുവത്തിന് പുളിച്ച് കിട്ടും. നല്ലപോലെ മാവ് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ദോശയെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. നല്ലപോലെ ഒന്ന് കലക്കി മിക്സാക്കി വയ്ക്കുക. അപ്പോൾ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, രാവിലെ തന്നെയാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ രാത്രി നമ്മളിതുപോലെ മാവ് അടിച്ച് വെച്ചാൽ രാവിലെ നമ്മുടെ മാവ് നല്ല പരുവത്തിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ദോശക്കല്ല് ഞാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൻ്റെ പരുവം നോക്കാം. കണ്ടല്ലോ നിങ്ങൾ, നല്ലപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മാവ് എത്രമാത്രം പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന്. നല്ല സോപ്പും അതുപോലെ ആയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇനി ഈ മാവ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഹൈപ്പും നിങ്ങളുടെ കമൻറ്റും അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മാവ് നല്ലപോലെ ഒന്ന് ഉപ്പും ചേർത്തതിന് ശേഷം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇരുമ്പ് കല്ല് നമ്മൾ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എണ്ണ പുരട്ടി കൊടുക്കുക. അപ്പോൾ ഏത് എണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് തന്നെ ഉപയോഗിക്കുക. ഞാനിവിടെ നല്ലെണ്ണയാണ് കല്ലിൽ പുരട്ടിയതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ കഴിച്ചിരുന്ന ആ ഒരു സ്വാദുണ്ടല്ലോ, അത് അതേപടി നമുക്കിതിൽ കിട്ടും കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ബബിൾസൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം എത്രമാത്രം ഈ ദോശ സോഫ്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നുള്ളത്. ഒരു വശം നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ടെടുക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. ഒരെണ്ണം കൂടെ ഞാനിതുപോലെ ഒന്ന് ഒഴിച്ച് കാണിക്കാം. ദോശയൊക്കെ ഒഴിക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് തന്നെ. അപ്പോൾ കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ ഇതൊന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അളവിൽ ചെയ്യുവാണെങ്കിൽ ഇത് നമ്മൾ ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയെന്ന് ആരും പറയത്തില്ല, അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അടുത്തതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരു വശം നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. നല്ല അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മാവെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് തക്കാളി ചട്നി, അതല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഉള്ളി മുളക് കൊണ്ടുള്ള ചമ്മന്തി ഉണ്ടാക്കത്തില്ല, അങ്ങനെ ഇതൊക്കെ നല്ല ചേരും കേട്ടോ. അപ്പോൾ തേങ്ങാ ചട്നി ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതും കൂട്ടി കഴിക്കാൻ പറ്റും. നല്ല കിടിലൻ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഒന്ന് നിങ്ങൾ എന്താ പറയുക സേവ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മറക്കാതെ ലൈക്കും ഹൈപ്പും ഒക്കെ തരിക. അടിപൊളിയല്ലേ? അപ്പോൾ
മറന്നു പോകരുത്. മക്കൾക്ക് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക.